Welcome my dear students. ഇന്ന് നമ്മൾ കൺവേർജൻസ് ഓഫ് സീക്വൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസിക് റിസൾട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ റിസൾട്ട് ഈസ് the sequence En is equal to 1 plus 1 by n the whole raised to n is convergent. In fact, this sequence En converges to a number E which is called the Euler number. Okay. ഈ സീക്വൻസിൻ്റെ കൺവേർജൻസ് ഇസ് എ ക്ലാസ് റിസൾട്ട്. നിങ്ങൾക്കറിയാം ഈ എന്നുള്ള വാല്യൂ 2.71828 1828 459 എക്സെട്ര ഒരു ഇറാഷണൽ നമ്പറാണ്. പിന്നെ അവസാനിക്കാതെ പോകുന്ന ഒരു ഇറാഷണൽ നമ്പറാണ്. സോ ഈ സീക്വൻസ് ഇതിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ ഈ സീക്വൻസിൻ്റെ ബെറ്റർ അപ്രോക്സിമേഷൻ കിട്ടാൻ വേണ്ടി, ഈ നമ്പറിൻ്റെ ബെറ്റർ അപ്രോക്സിമേഷൻ കിട്ടാൻ വേണ്ടി ഈ സീക്വൻസിൻ്റെ ലാർജർ ടേംസ് കൺസിഡർ ചെയ്താൽ മതി. സോ ദാറ്റ്സ് അനദർ അഡ്വാൻറ്റേജ് ഓഫ് അപ്രോക്സിമേറ്റിംഗ് എ നമ്പർ യൂസിങ് എ സീക്വൻസ്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായ ഇ എൻ കൺവേർജസ് ടു ഇ എന്നുള്ള പാർട്ട് ഇവിടെ ചെയ്യുന്നില്ല. ദാറ്റ്സ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് അവർ സ്റ്റഡി. സോ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ദിസ് സീക്വൻസ് 1 plus 1 by n the whole raised to n is actually convergent. സോ നമ്മളതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഈസ് ആക്ച്വലി monotone convergence theorem. So we use monotone convergence theorem. Monotone convergence theorem പറയുന്നത് ഒരു സീക്വൻസ് മൊണോട്ടോണിക്കും ബൗണ്ടഡും ആണെങ്കിൽ the sequence is convergent. ഇതാണ് പറയുന്നത്. സോ ഇവിടെ മൊണോട്ടോൺ കൺവേർജൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ ഇ എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ടു തിങ്സ്. ഫസ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് ഇ എൻ which is defined as 1 plus 1 by n the whole raised to n is actually monotonic. Then we have to prove that it is actually bounded. These are the two things which we want to do. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ് ഇ എൻ ഈസ് മൊണോട്ടോണിക് എന്ന് നമ്മൾ മനസ്സിലാക്കും, നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് മുമ്പ് സീക്വൻസിൻ്റെ ടേംസിനെ കുറിച്ചുള്ളൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. സോ ഇ എൻ എന്ന് പറഞ്ഞാൽ ഇ എൻ ഈസ് ഈക്വൽ ടു is given that it is 1 plus 1 by n the whole raised to n. This is of the form a plus b the whole raised to n, which is a plus b the whole raised to n. Binomial expansion. A plus b the whole raised to n is actually a raised to n plus nc1, which is actually n, into a raised to n minus 1 into b plus nc2 into a raised to n minus 2 into b square plus etc plus b raised to n. ഓക്കെ. സോ ഇവിടെ എക്ക് പകരം 1 ആണ്, ബിക്ക് പകരം 1 by n ആണ്. ഓക്കെ. സോ ക്ലിയർലി എ raised to n for every n is, in this case a raised to n is actually 1 raised to n. Okay, which is always 1. a raised to n minus 1 1 ആണ്, a raised to n minus 2 1 ആണ്. സോ ഇതിൻ്റെ ഈ എയുടെ പവേഴ്സ് എല്ലാം 1 ആയിപ്പോകും. സോ നമ്മൾ ബൈനോമിയൽ വെച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇ എൻ ഷുഡ് ബി ഈക്വൽ ടു ഫസ്റ്റ് എ raised to n which is 1 raised to n which is 1 plus nc1. nc1നെ നമുക്ക് n എന്ന് എഴുതാം, എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്, ഇൻറ്റു 1 raised to n minus 1 which is 1 ഇൻറ്റു b raised to 1. b is actually 1 by n plus next is nc2. nc2നെ n into n minus 1 divided by 2 factorial എന്ന് എഴുതാം. ഓക്കെ. into 1 raised to n minus 2 which is 1 into b square which is 1 by n square plus next is nc3 into n minus 1 into n minus 2 divided by 3 factorial into 1 raised to n minus 3 which is actually 1 into 1 by n cube, that is b cube plus etc. last term.
ലാസ്റ്റ് ടേം എൻ സി എൻ ആണ്. എൻ സി എൻ എന്ന് വെച്ചാൽ നമുക്ക് n ഫാക്ടോറിയൽ ഇൻറ്റു ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ എഴുതാം. അല്ലെങ്കിൽ എൻ സി എന്നിനെ നമുക്ക് വണ്ണും തന്നെ എഴുതാം. വണ്ണിന് പകരം നമ്മൾ ഇതുപോലൊരു എക്സ്പാൻഷൻ്റെ രൂപത്തിലാണ് എഴുതാൻ ശ്രമിക്കുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി n ഇൻറ്റു n മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ. നെക്സ്റ്റ് ഈസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. ആ ഫോമിൽ എഴുതുമ്പോൾ ലാസ്റ്റത്തെ എൻ സി എന്നിനെ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര n മൈനസ് 1 divided by n factorial into 1 by n raised to n എന്ന് എഴുതാം. This actually n factorial തന്നെ കിട്ടും. n minus 1 is 1. അടുത്തത് n minus 2 is 2. So 1 into 2 into 3 into etc. n which is n factorial divided by n factorial is actually 1. അത് തന്നെയാണ് NCN. ഓക്കെ, സോ നമ്മൾ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. NCN വേറൊരു ഫോർമാറ്റിലേക്ക് എഴുതി എന്ന് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ EN. നമുക്ക് കുറച്ചുകൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ എന്നും എന്ന് നമുക്ക് ക്യാൻസൽ ആക്കി കളയുമ്പോൾ ഇത് 1 ആകും. സോ 1 പ്ലസ് 1 ഈസ് ആക്ച്വലി 2. സോ 2 പ്ലസ് ഇവിടെ നമുക്ക് 1 ബൈ n സ്ക്വയർ ഉണ്ട്. ഈ രണ്ട് ടേമിൻ്റെ അകത്തു നിന്നും n കോമൺ എടുത്താൽ ഇവിടെ ഫസ്റ്റിൻ്റെ അകത്തൊരു n ഉണ്ട്. ഈ സെക്കൻഡ് ടേമിൻ്റെ അകത്തൊരു n കോമൺ എടുത്താൽ n സ്ക്വയർ കിട്ടും. സോ അങ്ങനെ എഴുതുമ്പോൾ n സ്ക്വയർ ഇൻറ്റു ഇവിടെ n ഉണ്ട്, രണ്ടാമത്തെ n n കോമൺ എടുത്തു. n കോമൺ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് n കോമൺ എടുക്കുമ്പോൾ ഫസ്റ്റ് ടേം ഈസ് 1, സെക്കൻഡ് ടേം ഈസ് ആക്ച്വലി 1ൽ നിന്ന് n കോമൺ എടുക്കാറില്ല. സോ കോമൺ എടുത്തിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ n ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ n സ്ക്വയർ പ്ലസ് സിമിലർലി ഇവിടെ ഫസ്റ്റ് n കോമൺ എടുക്കുന്നു, n ഉണ്ട് ഇവിടെ. സെക്കൻഡ് ടൈമിന് n കോമൺ എടുക്കുമ്പോൾ 1 മൈനസ് 1 ബൈ n കിട്ടും. തേർഡ് ടൈമിന് n കോമൺ എടുക്കുമ്പോൾ 1 മൈനസ് 2 ബൈ n കിട്ടും. സോ 3 n ഉണ്ട്. ടോട്ടൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ n ക്യൂബ് ഇൻറ്റു 1 മൈനസ് 1 ബൈ n ഇൻറ്റു 1 മൈനസ് 2 ബൈ n. ഓരോ ടൈമിൽ നിന്നും n കോമൺ എടുത്തു. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ n ക്യൂബ് പ്ലസ് എക്സെട്ര. നമുക്ക് എല്ലാ ഫസ്റ്റ് ടൈമിൽ n ഉണ്ട്, സെക്കൻഡ് ടൈമിൽ n കോമൺ എടുക്കുന്നു, തേർഡ് ടൈമിൽ n കോമൺ എടുക്കുന്നു, എക്സെട്ര അപ് ടു n ടേംസ് ഉണ്ട്. സോ ലാസ്റ്റ് ടൈം വരെയുള്ള എല്ലാ ടൈമിൽ n കോമൺ എടുക്കുന്നു. സോ ടോട്ടൽ n ടേംസ് ഉള്ളത് കൊണ്ട് ടോട്ടൽ n ടൈംസ് n കോമൺ എടുക്കുന്നു. അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ n റേസ് ടു n. ബാക്കി വരുന്നത് ഫസ്റ്റ് ടൈമിൽ കോമൺ എടുക്കുമ്പോൾ 1 മൈനസ് 1 ബൈ n. നെക്സ്റ്റ് ഈസ് 1 മൈനസ് 2 ബൈ n. Next is 1 minus 3 by n, etc. 1 minus n minus 1 divided by n, all divided by n factorial into 1 by n raised to n. Okay, so this is the expansion of En. നമുക്കിനി കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. n സ്ക്വയറും ക്യാൻസൽ ചെയ്യാം, n ക്യൂബും ക്യാൻസൽ ചെയ്യാം, എക്സെട്ര അപ് ടു n റേസ് ടു n റേസ് ടു n ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദ റിമൈനിങ് ടേം ഈസ് En is equal to 2 plus 1 by 2 factorial into 1 minus 1 by n. Next is n ക്യൂബ് ക്യാൻസൽ ആയിട്ട് 1 by 3 factorial into 1 minus 1 into 1 minus 2 by n plus etc. Last term is 1 by n factorial into 1 minus 1 by n into 1 minus 2 by n into etc. 1 minus n minus 1 by n. Okay. So this is the value of En. ന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അതിന് ശേഷമുള്ളത് എൻ്റെ ജനറൽ ടേം കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് En is actually monotonic. Now we have to prove that En is actually monotonic. ഓക്കെ, En monotonic ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതിന് നമുക്ക് En-ഉം En പ്ലസ് 1-ൻ്റെയും ഡിഫറൻസ് എടുക്കാം. En-നെക്കാട്ടിലും വലുതാണോ, En പ്ലസ് 1-നെക്കാട്ടിലും വലുതാണോ ചെറുതാണോ എന്നാണ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ൻ്റെ വാല്യൂ നമുക്കറിയാം. ഓക്കെ,
ഈ n പ്ലസ് വണ്ണിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് എൻ്റെ സ്ഥാനത്തെല്ലാം n പ്ലസ് വൺ എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ n പ്ലസ് വൺ is equal to ഇതേ എക്സ്പ്രഷൻ എന്ന് ഈ n പ്ലസ് വൺ is equal to 2 പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n പ്ലസ് 1. എൻ്റെ സ്ഥാനത്ത് n പ്ലസ് വൺ കൊടുത്താൽ മതി. 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n പ്ലസ് 1 into 1 minus 2/n plus 1 plus etc. to last term is 1/n plus 1 factorial into 1 minus 1/n plus 1 1 minus 2/n plus 1 etc. last term is ഇവിടെ n plus 1 minus 1 ഉണ്ടാവും, which is n. so 1 minus n plus 1. ഇതാണ് ഈ n പ്ലസ് വൺ എന്നുള്ള ടേംസ്. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് കാര്യം ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാം. നമ്മുടെ ഒബ്സർവേഷൻസ് ആണ്. ഇ എൻ ഈസ് ആക്ച്വലി 1 പ്ലസ് 1/n ദ ഹോൾ റേസ് ടു n. ഓക്കെ, ഈ n പ്ലസ് വൺ ഈസ് ആക്ച്വലി 1 പ്ലസ് 1/n പ്ലസ് 1 ദ ഹോൾ റേസ് ടു n പ്ലസ് 1. ഫസ്റ്റ് ഒബ്സർവേഷൻ ഈസ് നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എന്നിൻ്റെ അകത്ത് ആക്ച്വലി n പ്ലസ് വൺ ടേംസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ തിങ് ഐ തിങ്ക് വിച്ച് യു നോ. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു n ഹാസ് n പ്ലസ് വൺ ടേംസ്. ഓക്കെ, സോ ഇ എൻ വിച്ച് ഈസ് 1 പ്ലസ് 1/n the whole raised to n has actually n plus 1 terms. Okay, so 1 plus 1/n plus 1 the whole raised to n plus 1 has actually n plus 1 plus 1. So n plus 2 terms. പവർ എപ്പോൾ എടുക്കുന്നു അതിനെക്കാട്ടിലും ഒരു ടേം കൂടുതലാണ് ടോട്ടൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്സർവേഷൻ. ഇ എൻ ഹാസ് n plus 1 terms. Second thing is en plus 1 has n plus 2 terms. So en plus 1ൻ്റെ അകത്ത് enനെക്കാട്ടിലും ഒരു ടേം കൂടുതലാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ ഈസ്, സോ സെക്കൻഡ് ഒബ്സർവേഷൻ ഈസ് ഇതിൻ്റെ അകത്തെ ഓരോ ടേമും പോസിറ്റീവാണ്. എൻ്റെ അകത്തെ എല്ലാ ടേംസും പോസിറ്റീവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, 1/2 ഫാക്ടോറിയൽ വരെയുള്ള ടേംസ് എൻ്റെ അകത്ത് എഴുതണമെങ്കിൽ en 1 പ്ലസ് 1/n ദ ഹോൾ റേസ് ടു n ആണ്. സോ ആദ്യത്തെ മൂന്ന് ടേം 2 പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n എഴുതണമെങ്കിൽ മൂന്ന് ടേംസ് വേണമെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ മിനിമം 2 ആകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുവരെയുള്ള ടേംസ് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ അതേ ഒബ്സർവേഷൻ 1/3 ഫാക്ടോറിയൽ വരെ എഴുതണമെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ മിനിമം 3 വരെയെങ്കിലും ആണ്. 1/4 ഫാക്ടോറിയൽ വരെ എഴുതണമെങ്കിൽ എൻ്റെ വാല്യൂ മിനിമം 4 എങ്കിലും ആകണം. ഓക്കെ, അങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ 1 മൈനസ് 1/n. സോ ഇതുവരെ എഴുതണമെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ മിനിമം 2 എങ്കിലും ആണ്. സോ എന്നിൻ്റെ വാല്യൂ ഇവിടെ ഈ ടേം എഴുതുമ്പോൾ 2 തൊട്ടുള്ള വാല്യൂ കൺസിഡർ ചെയ്താൽ മതി. സോ എന്നിൻ്റെ വാല്യൂ 2 തൊട്ടാകുമ്പോൾ 1 മൈനസ് 1/n എന്നുള്ള വാല്യൂ എപ്പോഴും പോസിറ്റീവാണ്. കാരണം 1/2, 1/3, 1/4 എക്സെട്ര എല്ലാ വാല്യൂസും 1നെക്കാട്ടിലും ചെറുതാണ്. ഓക്കെ, സോ ഈ ടേം എപ്പോഴും പോസിറ്റീവാണ്. സിമിലർലി ഈ ടേമും എപ്പോഴും പോസിറ്റീവാണ്. ഓക്കെ, സോ ഈ ടേം എപ്പോഴും പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇവിടെ എടുക്കുമ്പോൾ ഇവിടെയും n is equal to 2 തൊട്ടുള്ള വാല്യൂസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 1/n plus 1 is minimum 3. സോ 1 minus 1/3 തൊട്ടുള്ള വാല്യൂ കൺസിഡർ ചെയ്താൽ മതി. സോ ദിസ് ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ 0. സോ സിമിലർലി ഇവിടെ എന്നിൻ്റെ വാല്യൂ മിനിമം 3 എങ്കിലും ആണെങ്കിലാണ് ഇവിടെ ഈ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എന്നിൻ്റെ വാല്യൂ മിനിമം 3 ആകുമ്പോൾ 1 മൈനസ് 1/n ഈസ് ആക്ച്വലി പോസിറ്റീവ് ആൻഡ് 1 മൈനസ് 2/n ഈസ് ഓൾസോ പോസിറ്റീവ്. ഓക്കെ, സോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തെ 1 മൈനസ് 1/n ഈസ് പോസിറ്റീവ്, 1 മൈനസ് 2/n ഈസ് പോസിറ്റീവ്, അടുത്തത് 1 മൈനസ് 3/n ഈസ് പോസിറ്റീവ്, 1 മൈനസ് 4/n ഈസ് പോസിറ്റീവ്, 1 മൈനസ് 5/n ഈസ് പോസിറ്റീവ് എക്സെട്ര. ഓക്കെ, ഇതെല്ലാം ഈ ടേംസ് എല്ലാം പോസിറ്റീവാണ്. അതിൻ്റെ പ്രോഡക്റ്റുകളും എല്ലാം പോസിറ്റീവാണ്. സോ ഈ പ്രോഡക്റ്റ് പോസിറ്റീവാണ്, ഈ പ്രോഡക്റ്റ് പോസിറ്റീവാണ്. സോ ഇനി പോസിറ്റീവ് നമ്പറിനോടൊപ്പം 1/2 ഫാക്ടോറിയൽ, 1/3 ഫാക്ടോറിയൽ, 1/n ഫാക്ടോറിയൽ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താലും ആക്ച്വലി ടേംസ് എല്ലാം പോസിറ്റീവായിട്ട് കിട്ടും. സോ ദ ഒബ്സർവേഷൻ ഈസ് എവരി ടേം ഓഫ് en ആൻഡ് en plus 1 ഈസ് ആക്ച്വലി പോസിറ്റീവ്. ഓക്കെ, ദിസ് ഈസ് ദ നെക്സ്റ്റ് ഒബ്സർവേഷൻ.
So next observation is every term of En and En plus 1 is positive. കാരണം നമ്മുടെ എൻ്റെ അകത്തെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n ആണ്. സോ 1/2 ഫാക്ടോറിയൽ വരെ എക്സ്പാൻഷനകത്ത് എഴുതണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ മിനിമം 2-നേക്കാട്ടിലും വലുതാണ്. സോ എന്നിൻ്റെ വാല്യൂ 2-നേക്കാട്ടിലും വലുതാകുമ്പോൾ 1 മൈനസ് 1/n is positive, 1/2 ഫാക്ടോറിയൽ is positive, their product is positive. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n ഇൻറ്റു 1 മൈനസ് 2/n. ഓക്കെ, 1/3 ഫാക്ടോറിയൽ തൊട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാല്യൂ മിനിമം 3-യെക്കാട്ടിലും വലുതാണ് എക്സ്പാൻഷൻ്റെ അകത്ത്. സോ എൻ്റെ വാല്യൂ മിനിമം 3-യെക്കാട്ടിലും വലുതാവുമ്പോൾ ഈ ടേം പോസിറ്റീവാണ്, ഈ ടേം പോസിറ്റീവാണ്, ഇൻറ്റു 1/3 ഫാക്ടോറിയൽ ഈസ് ആക്ച്വലി പോസിറ്റീവ്. ഓക്കെ, സിമിലർലി അടുത്ത ടേം എഴുതുമ്പോൾ 1/4 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n ഇൻറ്റു 1 മൈനസ് 2/n ഇൻറ്റു 1 മൈനസ് 3/n. ഓക്കെ, ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാല്യൂ മിനിമം 4-നേക്കാട്ടിലും വലുതായിരിക്കും. എൻ്റെ വാല്യൂ മിനിമം 4-നേക്കാട്ടിലും വലുതാകുമ്പോൾ 1 മൈനസ് 1/n is positive, 1 മൈനസ് 2/n is positive, 1 മൈനസ് 4/n is positive. പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് പോസിറ്റീവാണ്, ഇൻറ്റു 1/4 ഫാക്ടോറിയലും പോസിറ്റീവാണ്. സോ ദ ടോട്ടൽ ആൻസർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ ഇൻ ജനറൽ ഇതിൻ്റെ അകത്തെ എല്ലാ ടേംസും പോസിറ്റീവാണ്. ഇനി എന്നിന് പകരം നിങ്ങൾ n+1 കൊടുത്താലും സിമിലർ ആൻസർ എന്ന് കിട്ടത്തുള്ളൂ. 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n+1 ഈസ് ആക്ച്വലി പോസിറ്റീവ് സിൻസ് ദ വാല്യൂ ഓഫ് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. കാരണം എക്സ്പാൻഷൻ്റെ അകത്ത് 1/2 ഫാക്ടോറിയലിൻ്റെ ടേം വേണമെന്നുണ്ടെങ്കിൽ മിനിമം എന്നിൻ്റെ വാല്യൂ 2 എങ്കിലും ആയിരിക്കണം. 1/3 ഫാക്ടോറിയൽ ടേം വേണമെന്നുണ്ടെങ്കിൽ മിനിമം എന്നിൻ്റെ വാല്യൂ 3 എങ്കിലും ആയിരിക്കണം. എങ്കിലേ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ക്ലിയർലി En-ൻ്റെയും En+1-ൻ്റെയും എല്ലാ ടേംസും പോസിറ്റീവാണ്. സോ ഇനിയും En-ഉം En+1-ഉം തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാം. സോ വി ഹാവ് എ കമ്പാരിസൺ ദാറ്റ് ഒന്നാമത്തെ കാര്യം En+1 ഹാസ് വൺ മോർ പോസിറ്റീവ് ടേം ദാൻ En. ഒന്നാമത്തെ ഒബ്സർവേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട്. കാരണം En+1-ൻ്റെ അകത്ത് n+2 ടേംസ് ഉണ്ട്, En-ൻ്റെ അകത്ത് n+1 ടേംസേ ഉള്ളൂ. En-ൻ്റെയും En+1-ൻ്റെയും എല്ലാ ടേംസും പോസിറ്റീവുമാണ്. സോ En+1-ൻ്റെ അകത്ത് ഒരു ടേം കൂടുതലുണ്ടെന്ന് വെച്ചാൽ En+1-ൻ്റെ അകത്ത് En-നേക്കാട്ടിലും ഒരു പോസിറ്റീവ് ടേം കൂടുതലുണ്ട്. ഇതാണ് ആക്ച്വൽ മീനിങ്. സെക്കൻഡ് ഒബ്സർവേഷൻ ഈസ് every term of En+1 is greater than or equal to every term of En. En+1-ൻ്റെ ഓരോ ടേമും En-ൻ്റെ ഓരോ ടേമിനെക്കാട്ടിലും വലുതോ ഈക്വലോ ആണ്. അത് നമുക്ക് ഈ രണ്ടിൻ്റെയും ടേംസ് കമ്പയർ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് ടേം En-ൻ്റെയും En+1-ൻ്റെയും ഫസ്റ്റ് ടേം ഈസ് 2. ഫസ്റ്റ് ടേം ഈസ് 2. രണ്ടിൻ്റെയും 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ. ഓക്കെ, En-ൻ്റെയും En+1. സെക്കൻഡ് ടേം എന്ന് വെച്ചാൽ ആക്ച്വലി സോ 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n. ഇവിടെ 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n+1. ഓക്കെ, ഇതാണ്, ഇത് തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ നമുക്കറിയാം n+1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ n. സോ 1/n+1 ഈസ് ഓൾവേസ് ലെസ് ദാൻ 1/n. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആകും. സോ മൈനസ് 1/n+1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മൈനസ് 1/n. ഇനി 1 ആഡ് ചെയ്യുക രണ്ട് സൈഡിലും. സോ 1 മൈനസ് 1/n+1 ഈസ് greater than 1 minus 1/n. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചെഴുതുമ്പോൾ 1 minus 1/n is always less than 1 minus 1/n+1. ഓക്കെ, സോ ഇനി 1/2 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടാവില്ല, പോസിറ്റീവ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. സോ 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 minus 1/n is less than 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 minus 1/n+1. സോ
സെക്കൻഡ് ടേം ഇ എൻ്റെ സെക്കൻഡ് ടേമിനെക്കാട്ടിലും ചെറുതാണ് വലുതാണ് ഇ എൻ പ്ലസ് വണ്ണിൻ്റെ സെക്കൻഡ് ടേം. ഓക്കെ, ഇനി മൂന്നാമത്തെ ടേം എടുക്കാം. മൂന്നാമത്തെ ടേം ഈസ് third term is actually 1/3 factorial into 1 minus 1 by n into 1 minus 2 by n. En plus 1 is the third term is നമുക്ക് 1/3 factorial into 1 minus 1 by n plus 1 into 1 minus 2 by n plus 1. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ആർഗ്യുമെന്റ് വെച്ച് ഇവിടെ 1 minus 1 by n plus 1 is greater than minus 1 by n കിട്ടി. ഓക്കെ, ഇനി 1 by n plus 1 is less than 1 by n plus 1 is less than 1 by n. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടാവില്ല. സോ 2 by n plus 1 is less than 2 by n. ഓക്കെ, സോ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ so minus 2 by n plus 1 is greater than minus 2 by n. അതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 1 minus 2 by n plus 1 is greater than 1 minus 2 by n. So 1 minus തിരിച്ചെഴുതുമ്പോൾ 1 minus 2 by n is less than 1 minus 2 by n plus 1. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു 1 minus 1 by n is less than 1 minus 1 by n plus 1. ഇത് രണ്ടിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സോ 1 minus 1 by n into 1 minus 2 by n is less than 1 minus 1 by n plus 1 into 1 minus 2 by n plus 1. 1/3 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും സിമിലർ ആണ്. സോ ഇ എന്നിൻ്റെ തേർഡ് ടേമിനെക്കാട്ടിലും വലുതാണ് ഇ എൻ പ്ലസ് വണ്ണിൻ്റെ തേർഡ് ടേം. ഓക്കെ, സോ ഇൻ ജനറൽ നമ്മൾ ഇതേ വഴി വെച്ച് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 by n plus 1 ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 by n. ഇനി നമ്മളൊരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ ഒരു എനി നാച്ചുറൽ നമ്പറാണ്. കെ ബൈ എൻ പ്ലസ് 1 ഈസ് ലെസ് ദാൻ കെ ബൈ എൻ. ഓക്കെ, സോ ഇനി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കെ ബൈ എൻ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് കെ ബൈ എൻ. 1 കൊണ്ട് ആഡ് ചെയ്യുന്നു. സോ 1 മൈനസ് കെ ബൈ എൻ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ 1 മൈനസ് അല്ലെങ്കിൽ 1 മൈനസ് കെ ബൈ എൻ ഈസ് ലെസ് ദാൻ 1 മൈനസ് കെ ബൈ എൻ പ്ലസ് 1. ഓക്കെ, ഇതാണ് ഇ എൻ പ്ലസ് വണ്ണിൻ്റെ. സോ ഇ എന്നിൻ്റെ ഒരു ടേം എടുത്താൽ ആ ടേമിൻ്റെ അകത്തെ അതിൻ്റെ ഒരു ഭാഗമാണ് 1 മൈനസ് കെ ബൈ എൻ. കെയുടെ വാല്യൂ 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, എക്സെട്ര. ഇനി ഇ എൻ പ്ലസ് വണ്ണിൻ്റെ ഒരു പർട്ടിക്കുലർ ടേം എടുത്താൽ ആ ടേമിൻ്റെ ഒരു ഭാഗമാണ് 1 മൈനസ് കെ ബൈ എൻ പ്ലസ് 1. കെയുടെ വാല്യൂ 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, എക്സെട്ര. ഓക്കെ, സോ ഈ പർട്ടിക്കുലർ ഭാഗം തന്നെ ഇതിനെക്കാട്ടിലും ഇ എൻ പ്ലസ് വണ്ണിൻ്റെ ആ ഭാഗത്തെക്കാട്ടിലും ചെറുതായതുകൊണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് കെ ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റിനെക്കാട്ടിലും ചെറുതായിരിക്കും. സോ ഇൻ ജനറൽ ഇ എൻ പ്ലസ് വണ്ണിൻ്റെ ഒരു പർട്ടിക്കുലർ ടേം എടുത്തു കഴിഞ്ഞാൽ ഇ എൻ പ്ലസ് വണ്ണിൻ്റെ ഒരു പർട്ടിക്കുലർ ടേം ജനറലി nth ടേം എടുത്തു കഴിഞ്ഞാൽ ഇ എൻ്റെ nth ടേമിനെക്കാട്ടിലും വലുതാണ്. സോ ഇൻ ജനറൽ ഇ എൻ പ്ലസ് വണ്ണിൻ്റെ എല്ലാ ടേംസും ഇ എന്നിൻ്റെ കറസ്പോണ്ടിങ് ടേംസിനെക്കാട്ടിലും വലുതാണ്. സോ നമ്മൾ അതും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സിമിലർലി ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം എന്നൊക്കെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോവാം. ജനറൽ റീസൺ ഇതാണ്, 1 മൈനസ് കെ ബൈ എൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 മൈനസ് കെ ബൈ എൻ പ്ലസ് 1 കെ ഈസ് എനി പർട്ടിക്കുലർ നാച്ചുറൽ. സോ ഈ രണ്ട് ആർഗ്യുമെൻറ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞത് ഇ എന്നിൻ്റെ എല്ലാ ടേംസും ഓരോ പർട്ടിക്കുലർ ടേംസും ഇ എൻ പ്ലസ് വണ്ണിൻ്റെ കറസ്പോണ്ടിങ് ടേംസിനെക്കാട്ടിലും ചെറുതാണ്. രണ്ടാമത് പറഞ്ഞത് ഇ എന്നിൻ്റെ അകത്തെ നമ്പർ ഓഫ് ടേംസിനെക്കാട്ടിലും ഒരു പോസിറ്റീവ് ടേം കൂടെ ഇ എൻ പ്ലസ് വണ്ണിൻ്റെ അകത്തുണ്ട്. സോ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇ എൻ പ്ലസ് 1 ഹാസ് 1 more positive term than En, and each term
of En plus 1 is greater than the corresponding term of En. So En-ന്റെ ഓരോ ടേമിനെക്കാട്ടിലും വലുതാണ് En plus 1-ന്റെ കറസ്പോണ്ടിങ് ടേം. അതുപോലെ തന്നെ En plus 1-ന്റെ അകത്ത് En-നേക്കാട്ടിലും കൂടുതൽ ടേമും ഉണ്ട്. സോ ഇതിൽ രണ്ടിലും നമുക്ക് ഈസിലി പറയാൻ പറ്റും En plus 1 is always greater than En എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കാരണം En-ന്റെ ഓരോ ടേമിനെക്കാട്ടിലും വലുതാണ് En plus 1-ന്റെ കറസ്പോണ്ടിങ് ടേംസ്. ഓക്കെ, അത് മാത്രമല്ല En plus 1-ന്റെ അകത്ത് En-നേക്കാട്ടിലും ഒരു പോസിറ്റീവ് ടേം കൂടുതലുണ്ട്. സോ ഇൻ ജനറൽ അവർ സീക്വൻസ് En plus 1 is greater than En. So the sequence En is actually monotonic increase. ഇതാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് En is bounded എന്നാണ് നെക്സ്റ്റ് പ്രൂവ് ചെയ്യുന്നത്, വിച്ച് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ ഇതാണ് നമ്മൾ En എന്ന് സീക്വൻസുമായി ബന്ധപ്പെട്ട പറഞ്ഞത്. പ്രത്യേകം ഇതിൻ്റെ എല്ലാ ആർഗ്യുമെൻസും ഓർത്ത് വെക്കുക. താങ്ക് യു.